കുറഞ്ഞ സിനിമകളിലൂടെ മലയാളത്തിലെ മികച്ച സംവിധായകരിൽ ഒരാളായി മാറിയ ആളാണ് ബ്ലസ്സി. മമ്മൂട്ടിയെ നായകനാക്കി 2004 പുറത്തിറങ്ങിയ കാഴ്ച എന്ന ചിത്രത്തിലൂടെയാണ് ബ്ലസ്സി സ്വതന്ത്ര സംവിധായകനായി കടന്നുവരുന്നത്. ശേഷം തന്മാത്ര, പളങ്ക്, ഭ്രമരം, പ്രണയം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മമ്മൂട്ടി, മോഹൻലാൽ എന്നീ താരങ്ങളെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാനും ബ്ലസ്സിക്ക് സാധിച്ചിരുന്നു. പത്മരാജന്റെ ഓർമ്മ എന്ന ചെറുകഥയെ അടിസ്ഥാനമാക്കി ബ്ലസ്സി എഴുതി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു തന്മാത്ര. 2005 പുറത്തിറങ്ങിയ ഈ സിനിമയിൽ മോഹൻലാലാണ് നായകനായത്. അൾഷിമേഴ്സ് രോഗം ബാധിച്ച് രാമേശ്വരൻ നായർ എന്ന കഥാപാത്രമായിട്ടാണ് തന്മാത്രയിൽ മോഹൻലാൽ എത്തിയത്. ക്യൂ സ്റ്റുഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഈ സിനിമയുടെ തിരക്കഥ എഴുതിയതിനെ കുറിച്ച് പറയുകയാണ് ബ്ലസ്സി. എന്റെ സിനിമയിലെ സീനുകൾ നൽകുന്ന ഒരു ചൂടും കനവുമുണ്ട്. അതായത് ആ സിനിമയിലെ സംഘർഷം നൽകുന്ന ചൂടും കനവും എന്റെ തന്മാത്രയുടെ മാത്രമല്ല, എല്ലാ സിനിമയുടെ ഷൂട്ട് സമയത്തും ഞാൻ അത് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ആ സമയത്ത് സീനിന്റെ മൂഡിൽ നിൽക്കാത്ത ഒരാളെ സെറ്റിൽ കണ്ടാൽ ചിലപ്പോൾ ചെവിക്ക് പിടിക്കും. ആ സമയത്ത് ഒരാളും ചിരിച്ചു നിൽക്കാൻ പാടില്ല. ലൊക്കേഷനിലെ ആ മൂഡ് ഉണ്ടാകുന്ന ഫീൽ വളരെ വലുതാണ്. അത് എല്ലാവരിലും ഉണ്ടാകണം. തന്മാത്രയുടെ കാര്യം പറയുമ്പോൾ ഇപ്പോഴും ഓർക്കുന്ന കാര്യമുണ്ട്. അർജുൻ ലാൽ ചെയ്ത മനു എന്ന കഥാപാത്രം തന്നെ IASന്റെ ഇന്റർവ്യൂവിന് വിളിച്ച കാര്യം അച്ഛൻ്റെ അടുത്ത് പറയുന്ന സീനുണ്ട്. ആ സമയത്ത് അയാൾ തിരിച്ച് സാർ ആരാണെന്നാണ് ചോദിക്കുന്നത്. അത് കേട്ടതും മനു പുറത്തേക്ക് നടന്ന് ഇയർത്ത് അടികളിൽ പിടിച്ച് കരയും. വെളുപ്പാങ്കാലത്ത് മറ്റോ ആയിരുന്നു ഞാൻ ആ സീൻ എഴുതിയത്. അപ്പോൾ കരഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ അത് എഴുതിയത്. ഷൂട്ട് ചെയ്യുമ്പോൾ അതേ ഇന്റിമൻസിൽ തന്നെയാണ് ചെയ്തത്. അടുത്ത ഒരാൾ മരണപ്പെട്ട രീതിയിൽ തന്നെയാണ് അത് ഷൂട്ട് ചെയ്തത്. മറ്റുള്ളവർക്ക് അങ്ങനെ ആയിരുന്നോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ആ ഫീല് തന്നെയായിരുന്നു, ബ്ലസ്സി പറഞ്ഞു.